അപ്പൊ ഒരു കൂട്ടര് ജിന്നിനെ അംഗീകരിച്ചല്ലോ അല്ലേ, മനസ്സിലായില്ലേ? ഒരു കൂട്ടര് ജിന്നിനെ അംഗീകരിക്കാൻ തുടങ്ങിയപ്പോ സുബ്ഹാന ജല്ല വഅല ജിന്നിനെ അടിച്ചിറക്കല്, ജിന്നിനെ കയറ്റല്, ജിന്നിനെ ആട്ടല്, ഓടിക്കല്, പിടിക്കല്, ചവിട്ടല്, ആകെ ജിന്ന് ഗവേഷണം പിന്നീട് ഈ വിഭാഗത്തിൽ പരിധിവിട്ട രൂപത്തിൽ വന്നു. ജിന്ന് ഗവേഷണം പരിധിവിട്ട രൂപത്തിലുള്ള ചർച്ചകളായി ജിന്ന് ചികിത്സയുടെ ആളുകളായിട്ട് ഇവർ മാറി. അങ്ങനെ ജിന്ന് ചികിത്സയുടെ മറവിൽ പാവപ്പെട്ട വിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിച്ചു ഇവർ. കായക്കൊടി മൗലവി എന്ന് പറയട്ടെ, ജിന്ന് ചികിത്സ ഇവർ നടത്തിയതിന്റെ അതിദയനീയമായ ഒരു സാഹചര്യം നമ്മൾ ആക്ഷേപിക്കുകയല്ല. ഇവിടെയും ഞാൻ അടിവരയിട്ട് പറയുന്നു, നമ്മൾ ഇതെന്തിനു പറയുന്നു എന്ന് മറന്നു പോകരുത്. മുസ്ലിമീങ്ങളെ എന്തിന്റെ പേരിൽ മുശ്രിക്കാക്കിയോ അതാണ് ഇപ്പോൾ അവരിലേക്ക് ബൂമറാങ് പോലെ തിരിച്ചടിച്ചിട്ട് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കായക്കൊടി മൗലവി പറയട്ടെ. വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. വിവരവും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് രക്ഷപ്പെടൂല എന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? ഇവരെ കൂട്ടത്തിലെ തലമുതിർന്ന നല്ല വിദ്യാഭ്യാസവും നല്ല സൗകര്യമൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ ജാതി തമ്മാടിത്തരവുമായിട്ട് രംഗത്ത് വന്നത്. ബാക്കി നേരത്തെ ഹസീനയെ ചികിത്സിച്ചത് ഒരു പെൺകുട്ടിയെ, അതും മാസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെ, ഒരു പത്തിരിയും ഒരു ഗ്ലാസ് വെള്ളമാണ് ആ കുട്ടിയുടെ ഒരു ദിവസത്തെ ഭക്ഷണം. നോക്ക് ജിന്ന് ചികിത്സയാണ്. ഒരു പത്തിരിയും ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തിട്ട് ഒരു പെൺകുട്ടിയെ ജിന്ന് ചികിത്സയുടെ പേരിൽ ക്രൂരമായിട്ട് പീഡിപ്പിച്ചത് ഇവര് തന്നെയാണ് പറയുന്നത്, നമ്മൾ ആരോപിക്കുകയല്ല. പറയട്ടെ, ഇത് കൊടുത്ത് ശാരീരികമായി തളർന്ന ആ കുട്ടിയെ കമിഴ്ത്തി കിടത്തി കൈ രണ്ടും പുറകോട്ടേക്ക് വലിക്കുക, എന്നിട്ട് നട്ടലിൽ മുട്ടുകൊണ്ട് വിരമർത്തി പിടിക്കുക. സുബ്ഹാനല്ലാഹ്, ചികിത്സന്റെ കോലാണ്. ബാക്കി പറയും. അമർത്തി പിടിച്ചിട്ട് ഈ പെൺകുട്ടിയോട് ശ്വാസം കഴിക്കാൻ പറയാം. ഓക്കെ, എന്തിന്? ജിന്നുള്ളത് മൂക്കിലാണ്. മൂക്കിന്ന് ജിന്ന് പുറത്തു വരണമെന്ന്. ഇത് ഇവിടെ നിൽക്കണില്ല കേട്ടോ. അല്ല, കാറ് റിവേഴ്സ് എടുക്കുമ്പോ ബാക്കിൽ ജിന്നുണ്ടോന്നോ മനുഷ്യന്മാരുണ്ടോന്ന് നോക്കാൻ പ്രയാസമാണ്. അതിന്റെ ഇടയിൽ ജിന്നുണ്ടോ നോക്കണം. മേശ തുറന്നിട്ട് വലിപ്പടക്കുമ്പോ മേശയുടെ വലിപ്പിനകത്ത് ജിന്ന് കുടുങ്ങുന്നു നോക്കണം. ഇങ്ങനെ ജിന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ജിന്നാണ് തരിപ്പിപ്പോയി. പറയട്ടെ. അത് ഇവരെ മാത്രം വിശ്വാസമല്ല, നമ്മളെ ചെറുവാരിക്കാരൻ ജിന്ന് ചികിത്സകൻ മന്ത്രവാദി എന്റെ മുമ്പിൽ നിന്ന് ചികിത്സിച്ചിട്ടുണ്ട്. യാദൃശ്ചികമായി പെരിന്തൽമണ്ണയിൽ ഒരു സംവാദ വ്യവസ്ഥയുമായി എത്തി രാത്രി അവിടെ നമ്മളെ അയലോക്കത്ത് നടന്ന കാര്യം പറയുന്നത്. ഈ ഒരു സംവാദ വ്യവസ്ഥക്ക് വന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താ? ഒപ്പുള്ള ആൾക്കാരാണ്, ഒരേ റൂമിലാണ്. ബാക്കി പറയട്ടെ. പിറ്റേന്ന് രാവിലെ സുബഹിസ്കരിച്ച് പള്ളിയിൽ പോകുമ്പോ ഈ മന്ത്രവാദിയുടെ കൂടെ രണ്ടാളുണ്ട്, രണ്ട് ചെറുപ്പക്കാർ. റൂമിലെത്തി ഞാനൊരു ഫോൺ വന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു കയറുമ്പോ ഈ മന്ത്രവാദി അതിലൊരു ചെറുപ്പക്കാരന് കസേരയിൽ ഇങ്ങനെ പുറകിലേക്ക് തല മലർത്തി കിടത്തി ഇരുത്തിയിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ ഒരു പാത്രത്തിൽ വെള്ളമുണ്ട്. ഈ മന്ത്രവാദിയുടെ ദീനീ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയും ഈ മന്ത്രവാദിയുടെ ഭൗതിക വിദ്യാഭ്യാസ യോഗ്യതയും അറിയുന്നവനാണ്. അപ്പൊ നല്ല ഭൗതിക വിദ്യാഭ്യാസവും ദീനീ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ വിചാരിക്കും അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം, ആ കോലാണ് ഈ കാണുന്നത്. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടാണ് എന്ന്, വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്ന് മൂപ്പര് ആമുഖത്തിൽ പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. ഇവൻ ഈ കയ്യിൽ പാത്രം എടുത്തിട്ട് അതിൽ കൈയിട്ട് വെള്ളം മുക്കി പയ്യന്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. പയ്യൻ തല കൊടുക്കും. എന്നോട് പറഞ്ഞു, കണ്ടില്ല കായക്കൊടി, തരിമൂക്കിനുള്ളിലാണ് ജിന്നുള്ളത്. അതാണ് ഇങ്ങനെ ആയത്തിൽ കുറിച്ച് വെള്ളം തട്ടുമ്പോ പടയുന്നത്. ഞാൻ പറഞ്ഞു, പൊന്നാര ജമാലെ, ആരെ മൂക്കിലേക്ക് വെള്ളം തട്ടിയാലും അവര് തലപറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുള്ള ഒരു സംഭവമുണ്ട്. ചില അറവുകാര് പോത്തിനോട് സമ്മതം ചോദിച്ചിട്ടേ അറക്കുള്ളൂ. പോത്തിനോട് എങ്ങനെ സമ്മതം ചോദിക്കല്? പോത്തിന് ഇങ്ങനെ അറക്കാൻ കൊണ്ടുവന്ന് കെട്ടിയിട്ട് കയ്യിൽ വെള്ളം എടുത്തിട്ട് പോത്തിന്റെ മൂക്കിലേക്ക് അടിക്കും. അപ്പോ ഏത് ഒരു സെൻസിറ്റീവ് ഏരിയയാണെന്നവരെ പോത്ത് തലകൊടിയും. അപ്പൊ സമ്മതിച്ചിരുന്ന ഇതാരാണ് പറയുന്നത്? ലോകത്ത് മുഴുവൻ ശുദ്ധ തൗഹീദിനെ പഠിപ്പിക്കാൻ വന്നവർ, നമ്മുടെ സൂക്ഷ്മശാരുക്കളായ വറഇന്റെ അഹ്ലുകാരായ പണ്ഡിതന്മാർക്കു നേരെ ശിർക്കാരോപിച്ചവർ എത്തിപ്പെട്ട അധപ്പതനത്തിന്റെ അധമഭാവതലമാണിത്. ഇതിവിടെ നിൽക്കുന്നുണ്ടോ? ഇല്ല. അടുത്ത ആളും കൂടി പറയട്ടെ. ഞാൻ ഇത് പറയുന്നത് എന്തിനറിയോ? ഇതിന്റെ പിന്നിൽ നമുക്കൊരാളെ പരിഹസിക്കുക എന്ന് ലക്ഷ്യമില്ല. ഇതിന്റെ പിന്നിൽ എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഹാസമോ വഷളാക്കലോ അല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് ഈ തൗഹീദിന്റെ പേരിൽ ഒരുപാട് വിശ്വാസികളെ കണ്ണീര് കുടിപ്പിച്ചവരാണ്, ഒരുപാട് വിശ്വാസികളുടെ ഈമാൻ പഴപ്പിച്ചവരാണ്. അവരെന്തു പറഞ്ഞ് ഈമാൻ പഴപ്പിച്ചോ അത് തിരിച്ചടിച്ചപ്പോ അവര് സമൂഹത്തിന്റെ മുമ്പിൽ വഷളാകുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ ദയനീയമായിട്ട് അവർ അവതരിപ്പിക്കുന്നതാണ്.